everyone, welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കുറച്ചേരം സംസാരിക്കുകയായിരിക്കും മെയിനായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വലിയൊരു കഥ പോലെ എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ആണ് പറയാൻ പോണേ. സ്കിൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ സൗമ്യയുടെ റൂമിലാട്ടോ, എൻ്റെ റൂമിലല്ല. എൻ്റെ റൂമിൽ ആണെങ്കിൽ ജനൽ ജാം ആയിട്ട് ജനൽ അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ പുറത്തുനിന്ന് ഇങ്ങനെ ആൾക്കാർ പോകുന്ന ബഹളം ഹോണടി, അതുപോലെ 100,000 ബഹളങ്ങളാണ്. അപ്പൊ അവിടെ ഇരുന്ന് ഫോട്ടോ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ സൗമ്യയുടെ റൂമിലേക്ക് വന്നേക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിനെ പറ്റിയിട്ടാണ്. എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇവക്ക് ഇപ്പൊ ഇത്രമാത്രം ട്രാൻസ്ഫോർമേഷൻ എന്താ ഉണ്ടായിട്ടുള്ള, മുഖത്ത് അവിടെ എവിടെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ആലോചിക്കുന്നത് എനിക്കറിയാം, നിങ്ങൾ പറയുന്നത് എനിക്കറിയാം. ചിലവർ, എല്ലാവരും അല്ല, ചിലവർ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? അല്ലെങ്കിൽ ഞാൻ മൊത്തം കഥയൊക്കെ പറഞ്ഞു വരുന്നതിനെക്കാട്ടും നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ എൻ്റെ ബിഫോർ ഉള്ള ഫോട്ടോയും എൻ്റെ ആഫ്റ്റർ ഉള്ള ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ആഫ്റ്റർ ഉള്ള ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ പറ, ഇത് ഞാൻ എന്താ പറയുക, പറയാൻ മാത്രമുള്ളതുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് ബാക്കി വീഡിയോ കണ്ടാൽ മതി, ഒരു പ്രശ്നമില്ല. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ എൻ്റെ കുടുംബത്തിൽ എനിക്ക് മാത്രം ബ്ലെസ്ഡ് ആയിട്ട് സ്കിൻ തന്നുകൊണ്ട് എനിക്ക് എല്ലായിടത്തും കുരുവായിരുന്നു. എൻ്റെ അമ്മയ്ക്കും എൻ്റെ ചേച്ചിക്കും. അപ്പൻ പോട്ടെ, അപ്പൻ അല്ലെങ്കിൽ ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട് ആൺപിള്ളേർക്ക് സ്കിന്ന് വെറുതെ നമ്മളൊക്കെ 100,000 സ്കിൻ കെയർ ചെയ്യും, പക്ഷെ ആണുങ്ങൾക്ക് വെറുതെ സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ അവർക്ക് ഗ്ലോയി സ്കിൻ കിട്ടുമെന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ അപ്പന് കുരു എന്ന് പറഞ്ഞ സംഭവം ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ ജീവിതത്തിൽ. അമ്മയാണെങ്കിലും അമ്മയുടെ സ്കിൻ ഭയങ്കര ക്ലീൻ ആണ്. അമ്മയ്ക്ക് ഒരു കുരു അവിടെ ഇവിടെ തൂ ടച്ച് വിടും. ഇനി ഇത് ഞാൻ പറഞ്ഞിട്ട് ഇനി കുരു പൊതുവെ അങ്ങനെ ഞാൻ പറയുമ്പോൾ കുരു വരും, അതുകൊണ്ട് ഞാൻ വേണ്ട. അതുപോലെ തന്നെ പണ്ട് ചേച്ചിക്കുവാണെങ്കിലും മുഖത്ത് ഒരു കുരു എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവത്തേ ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് നേരെ തിരിച്ചായിരുന്നു. ചെറുപ്പം മുതലേ നമുക്കിപ്പോൾ പീരിയഡ്സ് ഒക്കെ ആയി കഴിഞ്ഞ സമയം തൊട്ടേ എനിക്ക് എൻ്റെ മുഖത്ത്, എൻ്റെ ദൈവമേ, ഒരു എന്താ പറയുക, ഒരു സ്ഥലം ബാക്കി ഉണ്ടാവില്ല. ഒന്നെങ്കിൽ മെയിൻ ഏരിയ നെറ്റിയായിരിക്കും. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വരും. താടിയിൽ ഭാഗ്യത്തിന് ദൈവം കനിഞ്ഞ് താടിയിലൊന്നും കുരു ഉണ്ടാവില്ല, മൂക്കിലുണ്ടാവാറില്ലായിരുന്നു. ഇവിടെയായിരുന്നു മെയിനായിട്ട് ഉണ്ടാവുക. അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ പറയുന്നത്, ദൈവം എൻ്റെ മുഖത്ത് മാത്രം ഇങ്ങനെ ആക്നെ വരുന്നെന്നുള്ള രീതിയിൽ. കാരണം അതെനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പൊട്ടിച്ചു കളയും. അപ്പോൾ പൊട്ടിച്ചു കളയുമ്പോൾ അത് പാടാം. ആ പാട് പോകാൻ പിന്നെ മാസങ്ങളോളം സമയം എടുക്കും. അപ്പൊ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ദേഷ്യം വന്നിട്ട് പൊട്ടിച്ചു കളയാറുന്നതായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അപ്പോൾ ഓക്കെ, എൻ്റെ അമ്മ എല്ലാവരും പറയുന്ന പ്രായം കുറച്ച് വളർന്നു കഴിയുമ്പോൾ അതൊക്കെ മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങ് പ്രായത്തിന് വിട്ടു. ഓക്കെ, വേറെ ഒന്നും വേണ്ട, പ്രായം കാരണമെന്ന് ഓർത്തിട്ട് അങ്ങനെ ഓക്കെ ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു +1 +2 ആയ സമയത്താണെങ്കിലും മുഖത്ത് കുരു വന്ന സമയത്ത് ഞാനൊരു ഹോമിയോ ഡോക്ടറെ പോയിട്ടാണ് കാണിക്കണേ. അപ്പം മരുന്ന് തന്നു. പക്ഷെ അത് ഉപയോഗിച്ച സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ഹോമിയോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് കൂടും പിന്നെ കുറയുന്നു. അപ്പം അതൊന്ന് ഇച്ചിരി കൂടിയും തോന്നുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. കണ്ടപ്പോൾ ദൈവമേ ഇത് പോകത്തില്ല ഇനി എന്ന് ഓർത്തിട്ട് ഞാനത് നിർത്തി അങ്ങോട്ട്. അപ്പം അത് പിന്നെ ഞാൻ ബാക്കി അങ്ങോട്ട് ഉപയോഗിച്ചില്ല. അതിനുശേഷം മെയിനായിട്ടും എൻ്റെ സ്കിന്നിൽ ഇങ്ങനെ പിന്നെ എനിക്ക് താടിയിലും കുരു വരാൻ തുടങ്ങി, എല്ലായിടത്തും കുരു വരാൻ തുടങ്ങി. ഇതിപ്പം കോളേജ് എന്താ പറയാ, സെക്കൻഡ് ഇയർ ഒക്കെ ആയി കാണും. സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും ആയിരിക്കും. അപ്പം ആ സമയത്ത് ഞാൻ നമ്മുടെ കോഴിക്കോടുള്ളൊരു ക്ലിനിക് ഉണ്ട്. അപ്പം അവിടെ പോയിട്ട് കാണിച്ചു. ക്യൂട്ടീസ് എന്നാണ്, എൻ്റെ ഓർമ്മയിൽ ക്യൂട്ടീസ് എന്നാണ്. അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്നെടുക്കാം, ഇന്റേണലി മരുന്നെടുക്കാം. അതോടൊപ്പം തന്നെ ഒരു സൺസ്ക്രീൻ, ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഡോക്ടർ പറഞ്ഞതിന് ശേഷമാണ്. കാരണം അതുവരെ ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കില്ല. ഞാൻ നേരെ നമുക്ക് എന്തെങ്കിലും മേക്കപ്പ് ചെയ്യണമെങ്കിൽ നേരെ പ്രൈമർ ഇട്ടിട്ട് നേരെ ചെയ്യാം. അല്ലാണ്ട് ഒരു രീതിയിലുള്ള സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്, ഈ മരുന്ന് ഉള്ളിലേക്ക് മരുന്ന് എടുക്കാം. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സൺസ്ക്രീനും തന്നു. പിന്നെ എന്തോ ഒരു ഓയിൽമെൻറ്റും കൂടെ തന്നു. ആ സൺസ്ക്രീനാണ് ഞാൻ എത്രയോ വർഷം, 3-4 വർഷത്തോളം ഞാൻ ഉപയോഗിച്ചിരുന്നത്. സൺകോട്ട് എന്ന് പറയുന്ന സൺസ്ക്രീൻ ആയിരുന്നു. അതിന് 800 രൂപയാണ്. അപ്പം ഇപ്പം ബ്രോക്കൊക്കെ ആവുമല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, നമ്മളിപ്പോൾ സ്വന്തം കാശിനാണല്ലോ. അപ്പം ബ്രോക്ക് ആകുമ്പോൾ അതിൽ നിന്ന് മാറി ഇപ്പം വേറൊരു സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടെ പൈസ കുറഞ്ഞൊരു സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. അപ്പം ആ സൺസ്ക്രീന് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി, മരുന്നെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 1-2 മാസത്തിൽ എൻ്റെ മുഖം അത്യാവശ്യം നല്ല ക്ലിയറായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കുണ്ടാവുമല്ലോ മുഖത്ത് നല്ല ക്ലീനായി, പ്രശ്നമൊന്നുമില്ല, പാടൊക്കെ പതുക്കെ പോകുന്നു അങ്ങനെ. അപ്പോൾ ഞാനാണെങ്കിൽ ആയിക്കോട്ടെ, സമാധാനം, മുഖമൊക്കെ ക്ലീൻ ആയല്ലോ, മരുന്നെടുത്താലും സാരിയില്ല, മുഖമൊക്കെ ക്ലീൻ ആയല്ലോ എന്ന് ഓർത്തു. അങ്ങനെ മരുന്ന് നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇപ്പം നമ്മൾ ജങ്കായിട്ടുള്ള എന്ത് കഴിച്ചു കഴിഞ്ഞാലും അപ്പം മുഖത്ത് കുരു വരും. ഓക്കെ, അപ്പം ഞാൻ മരുന്നെടുക്കുന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തി. കാരണം നമുക്ക് ജീവിതകാലം മൊത്തം ആക്നെയുടെ മരുന്ന് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തിയപ്പോഴത്തേക്കും ആണെങ്കിൽ എന്തെങ്കിലും ഒരു ജങ്ക് കഴിക്കുമ്പോഴത്തേക്കും നേരെ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവിടെ ഇവിടെയൊക്കെ ഒരു കുരുവിന് പൊട്ടി പൊളിക്കും. അതിങ്ങനെ പസ്സുള്ള കുരുവായിരിക്കും. അപ്പം നമുക്കിങ്ങനെ ഇങ്ങനെ ഇറിറ്റേഷൻ ആവും കാണുമ്പോൾ ഇതിങ്ങനെ പൊട്ടിക്കണം എന്നുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ പാടാവുകയും ചെയ്യും. അപ്പം അങ്ങനെ. പക്ഷെ സൺസ്ക്രീൻ ഞാൻ അപ്പോഴും മസ്റ്റായിട്ട് ഉപയോഗിക്കുമായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ അത് പോയി. ഇപ്പം ഞാൻ ജങ്ക് ഈറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ കുറഞ്ഞു. അങ്ങനെ അത് ഒരു ബാലൻസ്ഡ് ആയിട്ട് അവിടെ നിൽക്കുമായിരുന്നു. ഒരു പ്രശ്നമില്ലാണ്ട് ഒരു എന്താ പറയുക കൺട്രോൾഡ് ആയിട്ട്, ബാലൻസ്ഡ് അല്ലെ കൺട്രോൾഡ് ആയിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഇതിലെ മേജറായിട്ടൊരു സംഭവം വരുന്നത്. ആ സമയത്ത് നമ്മുടെ ഫേസ് റേസർ, ഓക്കെ, ഫേസ് റേസറിന്റെ ഒരു കാലമാണ് ആ സമയം, ഇറങ്ങിയ സമയത്ത്, കൊറോണയുടെ സമയത്ത് തന്നെ. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഓക്കെ, എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഹെയറിയാണ്. കണ്ടോ, ഇപ്പം എൻ്റെ സ്കിൻ ഇങ്ങനെയാണ്. ഇവിടെ ഇച്ചിരി ഡോട്ട്സ് ഉണ്ട്, അത് എന്തേതായാലും പോകത്തില്ല. കണ്ടു, ഇവിടെ ഒരു കുരു. ബാക്കിയൊക്കെ എനിക്ക് മാനേജബിൾ ആയിട്ടാണ്. എനിക്ക് എൻ്റെ സ്കിൻ ഇപ്പം ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയുന്ന ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് എൻ്റെ സ്കിൻ ഇപ്പം ഇഷ്ടമാണ് അത്യാവശ്യം. ആരൊക്കെ നടന്നു പോകുന്ന കേട്ടോ. അപ്പോൾ ഫേസ് റേസർ വാങ്ങിയിട്ട് ഞാൻ ആരോടും ചോദിക്കാണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ നോക്കി ഒരു ജെല്ല് തേച്ച് മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി ജെല്ല് തേച്ചിട്ട് വേണം ഇത് ചെയ്യണം എന്ന് എനിക്കറിയായിരുന്നു. അല്ലാണ്ട് അതിൽ കൂടുതൽ ഒരു വിവരം അതിനെപ്പറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ ഫേസ് റേസർ വാങ്ങി വീട്ടിൽ പൊന്നുമൊക്കെ ചെയ്തു. എൻ്റെ ചേച്ചി ചെയ്തപ്പോൾ ഒരു പ്രശ്നമില്ല. അമ്മ ചെയ്തില്ല എന്ന് തോന്നണം. ബിക്കോസ് അമ്മയ്ക്ക് മുഖത്ത് രോമവും ഇല്ല. അമ്മ ഒരു ഒരു വ്യത്യസ്ത ജീവിയാണെന്ന് തോന്നണം. അമ്മയ്ക്ക് അങ്ങനെ മുഖത്ത് രോമോ കുരുവോ ഒന്നും ഇല്ല. അപ്പം അങ്ങനെ ഞാൻ ഫേസ് റേസർ എടുത്ത് ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ മുഖം കഴുകി ഞാൻ എന്തോ ഒരു ജെല്ല് തേച്ചു, അലോവേറ ജെല്ലോ എന്തോ ഒന്ന് ജെല്ല് തേച്ചു. എന്നിട്ട് എൻ്റെ മുഖം മൊത്തം ഞാൻ റേസർ ചെയ്തു. സ്റ്റാർട്ടിങ് ഫ്രം ദിസ് പാർട്ട്, ഇവിടം തൊട്ട് ഇവിടം എല്ലായിടത്തും ഞാൻ എന്ത് ചെയ്തു, റേസർ വെച്ചിട്ട് ഷേവ് ചെയ്തു. അപ്പൊ ചെയ്ത ഉടനെ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാം. ചെയ്ത ഉടനെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ കാടൊക്കെ തെളിയിക്കുമ്പോൾ ഒരു തെളിച്ചം ഉണ്ടാവുമല്ലോ, ആ തെളിച്ചം പോലെയാണ് എൻ്റെ മുഖം. ഒരു ഗ്ലോയും അങ്ങനെയൊക്കെ ആയിരുന്നേ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. ദിസ് ഇസ് ദ ബെസ്റ്റ് ഡിസിഷൻ എവർ ഇൻ മൈ ലൈഫ് എന്നൊക്കെ ഓർത്ത് ഞാൻ ഇരുന്നു. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഇച്ചിങ് ആയി തുടങ്ങി. മുഖം മൊത്തം ഇങ്ങനെ ചൊറിഞ്ഞ് ഇങ്ങനെ ഇച്ചിങ് ആയി തുടങ്ങി. ഒരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി. ഇങ്ങനെ അലർജി പോലെ ഇങ്ങനെ പൊങ്ങി വന്നു. അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് 2 സൈഡ് മൊത്തം ഇങ്ങനെ തടിച്ചിട്ട് കുരുകൾ. ഭാഗ്യത്തിന് നെറ്റിയിൽ വന്നില്ല, ഇവിടെയും വന്നില്ല. ഈ 2 സൈഡും അതും ഇങ്ങനെ റെഡ് ആയിട്ടുള്ള കുരുകൾ ഇങ്ങനെ തടിച്ചിട്ട്. എൻ്റെ ദൈവമേ, ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ ഓർത്ത് എന്താ ഇത്, എൻ്റെ മുഖത്ത് ഒരു സാധനം എൻ്റെ മുഖത്ത് തൊടാൻ പറ്റില്ല. തൊട്ട് കഴിഞ്ഞാൽ അപ്പം സെൻസിറ്റീവും, എന്തെങ്കിലും റിയാക്ഷൻ വരും മുഖത്ത്. അപ്പം ഞാൻ ചേച്ചി ഡോക്ടറായിരുന്നല്ലോ. അപ്പോൾ ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചി എന്താ പറയുക കോസ്മെറ്റോളജിസ്റ്റോ അങ്ങനെ എന്തോ ഒന്നായിരുന്നു. അപ്പം അങ്ങനെ വിളിച്ചു. ആ ഡോക്ടർ ഒരു അഹാഗ്ലോ എന്ന് പറയുന്ന ഒരു ഫേസ് വാഷ്, അഹാഗ്ലോ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, ഈ സെറ്റപ്പിന് പോലെ തന്നെ, പക്ഷെ ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് അഹാഗ്ലോ. അപ്പം അഹാഗ്ലോ തന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്രീം തന്നു. ഉള്ളിലേക്ക് കഴിക്കാനൊന്നും തന്നില്ല. ഓക്കെ, ഇനി എന്നോട് പറഞ്ഞു ഉള്ളിലേക്ക് ഒന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിലേക്കൊക്കെ മരുന്നൊന്നും കഴിക്കണ്ടെന്ന് ഓർത്തു. അഹാഗ്ലോ ഉപയോഗിച്ചു തുടങ്ങി. ആ സംഭവം മാറാൻ, ഇത്രയും കുരുകൾ മാറാൻ എനിക്ക് എത്രയോ കാലെടുത്ത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1 വർഷം എടുത്താൽ മൊത്തം പാടുപോകാൻ. അപ്പം ഈ പാട് പോവാൻ വേണ്ടിയിട്ടും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തൊരു സംഭവമാണ് മെയിനായിട്ടും. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പണ്ട് ചെയ്തൊരു വീഡിയോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. രക്തചന്ദനവും മഞ്ഞളും ഹണിയും. ഓക്കെ, രക്തചന്ദനം മറ്റേ ഇങ്ങനെ ഉരയ്ക്കുന്ന പൊടിയല്ല, ഇങ്ങനെ ഉരയ്ക്കുന്ന സാധനം കിട്ടുമല്ലോ, അത് ഉരച്ചിട്ട് അതിൻ്റെ ഇതെടുക്കണം, എന്താ പറയുക, നീരെടുക്കണം. പിന്നെ മഞ്ഞൾ വീട്ടിലുണ്ടാകും. ആ മഞ്ഞൾ ഞാൻ പറിച്ചെടുത്ത് വന്ന് ഉരയ്ക്കുമായിരുന്നു. ആ മഞ്ഞളും അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ തൈരല്ല, ഹണി, ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ മുഖത്ത് തേക്കും. അപ്പോൾ എല്ലാ ദിവസവും ഒരാഴ്ചയിൽ 4 ദിവസവും ഞാൻ തേക്കാറുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ ചെയ്തിട്ടാണ് എൻ്റെ പാടുകൾ കുറേയൊക്കെ മാറിയത്. അല്ലാണ്ട് ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ബിക്കോസ് ഒരു പോയിന്റ് കഴിഞ്ഞപ്പം ഐ വാസ് ലൈക്ക് ഐ ഡോണ്ട് ഹാവ് ടു കെയർ അബൌട്ട് ദിസ്. ബിക്കോസ് നമ്മൾ കൂടുതൽ നമ്മളെ ചിന്തിക്കുമ്പോഴാണ് പിന്നെയും ഗുരു വന്നുകൊണ്ടിരിക്കുക. ഐ ഫീൽ ദാറ്റ് നമ്മളൊരു കാര്യത്തെ പറ്റി കൂടുതൽ സ്ട്രെസ്ഡ് ആകുമ്പോഴാണ് അത് പിന്നെയും നടക്കുക. ഇപ്പം അന്ന് ആദ്യം ഇനിഷ്യലി ഇത് കണ്ടപ്പോൾ എൻ്റെ കിളിയൊക്കെ പോയി, എൻ്റെ ബോധമൊക്കെ പോയിട്ട് ഞാൻ അവർക്ക് ദൈവം എൻ്റെ മുഖം ഇനി ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കാരണം എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ തന്നെ. അതും ഭയങ്കര അതിന് ചിലവരൊക്കെ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞ് നല്ല ഭംഗിയുണ്ട്. ബിക്കോസ് ആക്ച്വലി ഒരു ആംഗിൾ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുരുവുള്ള രസമാണ് കാണാൻ. ചിലവർക്ക് നല്ല ഭംഗിയാണ് കുരുവുള്ളത് കാണാൻ. ഇപ്പം 2 സൈഡും ഇങ്ങനെ ചുമന്നൊക്കെ ഇരിക്കുന്നതാണ് നല്ല രസമാണ്. ഇപ്പം നമ്മൾ പറയുന്നത് സായി പല്ലവിനെ പോലെയൊക്കെ ഇരിക്കുന്നതാണ് നല്ല രസമാണ്. അപ്പം എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പം ചിലരൊക്കെ എന്നോട് വന്ന് പറയുന്നു നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞാനാണെങ്കിൽ കളിയാക്കുന്നതാണോ കാര്യത്തിലാണോ മനസ്സിലാവുന്നില്ല എന്നുള്ള രീതി പറയാറുണ്ട്. അപ്പം എൻ്റെ സ്കിന്ന്
മാറി. ഇപ്പോഴാണെങ്കിലും എനിക്ക് കുരു വരും, ഇടയ്ക്കിടയ്ക്ക് കുരു വരും. പക്ഷെ ഞാൻ കെയറേ ചെയ്യാറില്ല. ഐ വരട്ടെ പോട്ടെ, അത്രയേ ഉള്ളൂ. നമ്മൾ കൂടുതൽ അങ്ങോട്ട് കെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പ്രശ്നം. ഇൻ ദ സെൻസ് മെന്റലി കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി നമുക്ക് ആവശ്യമുള്ള സൺസ്ക്രീനും മോയ്സ്ചറൈസറും അതുപോലത്തെ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്തോളാം. അപ്പൊ ഞാൻ അതിന് ശേഷം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലപ്പോഴും ഇപ്പൊ 4-5 വർഷമായി 5 വർഷമായിട്ട് ഞാൻ എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കും. എവിടെ പുറത്തു പോകാനാണെങ്കിലും ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കും. ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല ചേഞ്ചാണ് എൻ്റെ സ്കിന്നിന് ഉണ്ടായിട്ടുണ്ട്. ആസ് ഇൻ ഇപ്പൊ സ്കിന്നിന്റെ നമ്മൾ അൺഈവൻ ആയിട്ടുള്ള ടോൺ ഉണ്ടാവില്ല, ആ അൺഈവൻ ആയിട്ടുള്ള ടോൺ ഈവൻ ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്കിൻ കുറച്ചുകൂടി ഗ്ലോ ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടി എന്താ പറയാ, ഒരു നമുക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയ പോലെ നമുക്ക് തോന്നും. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും എനിക്ക് ബെനിഫിറ്റ്സ് ആയി തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ കൂടെ ചെയ്യുന്ന സൺസ്ക്രീൻ തേക്കും, മോയ്സ്ചറൈസർ തേക്കും, അത്രയേ ഉള്ളൂ. ഇപ്പം ഈ അടുത്ത് ഞാൻ ഒരു സിറമും കൂടെ തേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആദ്യം ആ സിറം തേക്കും, അതിനുശേഷം നിയസൈനമൈഡിന്റെ ഒരു സിറമാണ്, അതിനുശേഷം മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനും, പിന്നെയാണ് മേക്കപ്പ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തില്ലെങ്കിലും സൺസ്ക്രീൻ തേച്ചോളാം, അതാണ് ദ മസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാൻ വീട്ടിൽ പോകുന്ന സമയത്താണെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ സംഭവമില്ല, നമ്മുടെ ഇതെടാ ഇപ്പൊ പറഞ്ഞില്ല ഞാൻ, നമ്മുടെ തേനും രക്തചന്ദനും മഞ്ഞളും, ആ 3 കൂടെയുള്ള ഒരു കൈപ്പിടിയുണ്ട്. ആ സംഭവം തേക്കുമ്പോഴാണെങ്കിലും നന്നായിട്ട് എന്താവാറുണ്ട് സ്കിന്ന് ഒരു, നമുക്ക് പറയാലോ, പതുക്കെ ആണെങ്കിലും നമ്മുടെ സ്കിൻ, അത് നാച്ചുറൽ റെമഡീസ് ആണ്, നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ തേനും രക്തചന്ദനും ഇതൊക്കെ തന്നെയല്ലേ, അപ്പൊ നാച്ചുറൽ ഓർഗാനിക് സാധനങ്ങളാണ്. അത് ഉപയോഗിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് മോശമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. സോ നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ബിക്കോസ് ഞാനൊരു ലിവിങ് എക്സാമ്പിൾ ആണ് അത് ചെയ്തിട്ട് എൻ്റെ കുറേയൊക്കെ പാട് കണ്ടു. ഇവിടെയൊക്കെ അങ്ങനെ പാടല്ല ഉള്ളത്, ആസിനായിട്ട് കുറവാണുള്ളത്. അപ്പം അങ്ങനെ ഇങ്ങനെ ചുട്ടു പഴുത്തിരുന്ന ശരീരത്തിൽ നിന്നും ഈ മാറി ഇച്ചിരി കൂടെ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത സൺസ്ക്രീനും ഈ ഒരു ഹോം റെമഡിയും സ്കിൻ വരെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് മാത്രമാണ്. ആൻഡ് സ്ട്രെസ് ഒഴിവാക്കാൻ നോക്കുക. ഇൻ ദ സെൻസ് നമ്മൾ ഇതിനെപ്പറ്റി സ്ട്രെസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് പോകത്തില്ല, നമ്മളെ വിട്ടു പോകത്തേ ഇല്ല. നമ്മൾ എത്രത്തോളം അതിനെപ്പറ്റി ചിന്തിക്കുന്നോ നമ്മൾ അത്രത്തോളം നമ്മളിലേക്ക് തിരിച്ചിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. പറയാൻ ഭയങ്കര എളുപ്പമാണെന്ന് എനിക്കറിയാം, എനിക്കും പറയാൻ ഭയങ്കര എളുപ്പമാണെന്ന് അറിയാം. പക്ഷെ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ ആലോചിക്കാണ്ടൊക്കെ ഇരിക്കാൻ. പക്ഷെ പറ്റുന്നിടത്തോളം നമ്മളത് മാറ്റാൻ നോക്കുക. അപ്പൊ ഇത്രയാണ് എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ, ഇത്രയേ ഉള്ളൂ. ഞാൻ അല്ലാണ്ട് എന്താ പറയാ, ഒരു ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് ആക്ച്വലി ട്രൈ ചെയ്യണമെന്നുണ്ട് എന്താണ് ഡിഫറൻസ് വരിക എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്കത് ട്രൈ ചെയ്യാൻ അത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഓർത്തു ഞാൻ സ്വന്തമായിട്ട് അത്രയും കാശൊക്കെ ഉണ്ടാക്കി ഞാൻ സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള ഇതിലാണ് എനിക്ക് നിൽക്കുന്നത്. എനിക്ക് ശരിക്കും ട്രൈ ചെയ്യണമെന്നുണ്ട് എന്താണ് വ്യത്യാസം, നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ഗ്ലോയി ആവുമോ, അങ്ങനെ എനിക്ക് അറിയണമെന്നുണ്ട്. പക്ഷെ അതൊക്കെ അപ്പോൾ വരുമ്പം ഞാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നായിരിക്കും. ഇതുവരെ എൻ്റെ ഇത്ര 23 വയസ്സ് വരെ 24 വയസ്സാകാൻ പോകുന്നു, അതിന് വരെയുള്ള കാലത്തിൽ ഞാൻ ഇതുവരെ ഒരു ട്രീറ്റ്മെന്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ കൂടെ ചെയ്തേക്കുന്ന ഇവിടെ എനിക്ക് കുറേ കണ്ടോ, ഇവിടെ എനിക്ക് കുറേ ഇങ്ങനെ കറുത്ത മറുകുകളുണ്ട്. അപ്പൊ അത് ലേസർ ചെയ്ത് പോകാൻ പറ്റുമോ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് ലേസർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 2 സെഷൻ എന്തോ ചെയ്തു, 2-3 സെഷൻ എന്തോ ചെയ്തു. അപ്പൊ ഡോക്ടറിന് പറഞ്ഞ ആവശ്യമൊന്നും ഇല്ല, അവിടെ കിടക്കട്ടെ, അവിടെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ഓൾസോ ലൈക്ക് അവിടെ കിടക്കട്ടെ, അത് എനിക്ക് ഒരു ഉപദ്രവമൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിനാണ് ചെയ്യണമെന്നുള്ള രീതിയിൽ ഞാൻ അത് അവിടെ തന്നെ ഇട്ടു. അതാണ് ആകെ കൂടെ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ. കണ്ടത് സ്കിൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാൻ മാത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണമെങ്കിൽ ഹോം റെമഡി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ, സൺസ്ക്രീൻ മസ്റ്റാണ്. ഇത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എന്നെ ആ സ്ഥലത്ത് നിന്നും ഈ സ്ഥലത്തേക്ക് ആക്കാനുള്ള ഡിഫറൻസസ് ആക്കിയത്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ എന്നോട് വന്ന് പറയാം. അപ്പോൾ ദാറ്റ്സ് ഓൾ യുവർ ഓണം. എനിക്ക് നാളെ എക്സാം ഉണ്ട് ഗൈസ്. ഇനി പോയിട്ട് ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞ് വന്ന് പഠിച്ച് തുടങ്ങി നാളെ എക്സാം എഴുതാൻ പോകണം. നിങ്ങൾ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.